ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീണ്ടും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, ഈ ഒരു ഒക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ വെഡിങ് ഫംഗ്ഷൻ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് തരുന്ന ഒരു വലിയൊരു പണിയാണ്. കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് എന്റെ ചെക്കൻ. ഹലോ. അപ്പൊ ഞങ്ങള് രണ്ടുപേരോടും പറഞ്ഞിരിക്കണ ഡ്രസ് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ ഇനി അടുത്ത പണികളോടും പണികളാണ്. ചെന്നിട്ട് അറിയാം ഇനി എന്തൊക്കെയാണ് പണികൾ. അതെ, അപ്പൊ ഇനി ഇപ്പൊ സമയം ഒരു 5 മണി, 6 മണി ആവാറായി. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ, പക്ഷെ ആരും എത്തിയിട്ടില്ല. അവിടെ ഇപ്പോഴും അതിന്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് വിളിക്കുമ്പോ മാത്രം ചെല്ലുക, വഴിയിലെ പണി തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും അതെ, പുറകെ ക്യാമറ പിടിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അനീതിയാണ്. അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങണ തൊട്ടുള്ള ഇല്ല, ഇവിടുന്ന് ഇറങ്ങുമ്പോ തൊട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോ തൊട്ടുള്ള വിശേഷങ്ങൾ ഇനി ബാക്കി. ചെക്കൻ വരുന്നേ ഉള്ളൂ, നമുക്ക് വണ്ടി കയറിയില്ല. ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയിരുന്നു. നമുക്കിനി നോക്കാം. പണി തരുന്നതിൽ ഒരാൾ ഇപ്പൊ അവിടെ റൂമിൽ വന്ന് ഇരിപ്പുണ്ട്. ആള് അങ്ങോട്ട് ചെല്ലാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് ഒരു ഐഡിയയും ഇല്ല. നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക കേട്ടോ, നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കാം. അവിടെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ചെന്നാലും ഇറങ്ങരുത്, അവർ വിളിക്കും, എന്നിട്ടേ ഇറങ്ങാവൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അതെ. അപ്പൊ ഇനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മളുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ ഇരിക്കും എപ്പോഴും. പക്ഷേ ഇതാണ് റെസ്റ്റോറന്റ്, ടേസ്റ്റി ഗ്രില്ല് റെസ്റ്റോറന്റിലാണ് ഇവിടെ നിൽക്കുകയെന്ന്. ഇതുവരെ നമ്മളെ വിളിച്ചിട്ടില്ല. ലാസ്റ്റ് മിനിറ്റ് എന്തൊക്കെയോ ഒരു അറേഞ്ച്മെന്റ് അല്ലേ, എന്താണ് പറഞ്ഞത്. അതെ, നമ്മൾക്ക് പണിയോട് പണി ആയിരിക്കും എന്നും പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ 8 വലക്കാണ്. എപ്പോഴൊക്കെയാ നിനക്ക് മെസ്സേജ് ചെയ്യുന്നത്? എപ്പോഴും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യും, നിങ്ങൾ റെഡി ആയിരുന്നു, നിങ്ങൾക്കുള്ള പണി. ഇന്നലെ രാത്രി തൊട്ട് മക്കളെ റെഡിയല്ലേ നോക്കാം അല്ലേ, റെഡിയല്ലേ? പണി കൂടുതല് എനിക്ക് കുറവെന്നാ പറഞ്ഞു. എനിക്ക് കുറവെന്നാ. പിന്നെ ഒരു കാര്യം, ഇതിന്റെ ഇടയിൽ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. അതെ, അത് അമ്മയ്ക്കുള്ള ഒരു സർപ്രൈസ്. അമ്മ ഒരുപാട് കുറച്ച് നാളായിട്ട് പറയുന്ന ഒരു കാര്യം. പക്ഷെ ചില സാഹചര്യങ്ങൾ കാരണം അമ്മ അത് പറഞ്ഞു, വേണ്ട പിന്നെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങളെങ്ങനെ വെറുതെ വിടില്ലല്ലോ. അവര് വരുന്നുണ്ട്. നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ സോനാലി. എന്റെ കല്യാണമായി. അതെ, അടുത്ത ആളാണ് ക്ലബിലേക്ക് വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഓഗസ്റ്റില്, സെപ്റ്റംബറില്. അപ്പൊ അടുത്തടുത്ത് കല്യാണങ്ങളാണ്. എത്ര നാൾക്ക് ശേഷം ഇവരെ കാണുന്ന ഒരു എൻഗേജ്മെന്റിന് ലാസ്റ്റ് കണ്ടത് അല്ലേടാ? എൻഗേജ്മെന്റിനാണ് ഞങ്ങള് ലാസ്റ്റ് കണ്ടത്. അതെ, അപ്പൊ ഇനി അവനെ അവിടെ എല്ലാം പോയി കണ്ട് ഞങ്ങളോട് വന്ന് പറഞ്ഞതാ റെഡി ആയിട്ടിരുന്നു എന്നുള്ളത്. അപ്പൊ ഇനി കണ്ടറിയാം. അതെ, കണ്ടറിയാം. എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാ, ഓൾ ദ ബെസ്റ്റ്. ഇങ്ങോട്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനി നേരെ Let's welcome the energetic couple.
സ്നേഹിക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യം. പരസ്പരം മനസ്സിലാക്കുക, പിന്നെ എന്തുണ്ടെങ്കിലും തമ്മിൽ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. നന്നായി ജീവിക്കുക, ദൈവവിശ്വാസം നഷ്ടപ്പെടാതെ ജീവിക്കുക. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. താങ്ക് യു അമ്മ. പക്ഷെ തുറക്കണേ മുമ്പ് അമ്മ ഗസ് ചെയ്യണം. അല്ല, ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് എനിക്ക് തരാറുണ്ട് എന്താണെങ്കിലും. എന്നാലും ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഗസ് ചെയ്യും. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഫോണാണോ? വലിയ പെട്ടികളുടെ ഫോണായിട്ട് തോന്നുന്നുണ്ടോ? പാവോളോ, പേടിച്ച് തുറന്നോയിക്കോ. തുറക്കാൻ പോവുകയാണ് ഗൈസ്. എന്തൊക്കെ എടുക്കുന്നുണ്ട്? വീണ്ടും എടുക്കുന്നു. അതാ ഇപ്പൊ പൊട്ടും. വീണ്ടും ഒരു പാക്കേജ്. അമ്മയൊക്കെ തുറക്കുമ്പോ എന്തുവാണ് റോൾ ചെയ്തൊരു മൈക്കിലൊക്കെ റോൾ ചെയ്തു. ഇത് പക വീട്ടാണ്. എന്ത് ദ്രോഹം ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് നോക്കാൻ പറ്റും? അത് പുള്ളിക്കാരി നാട്ടിൽ കല്യാണത്തിന് പോകണമെന്ന് മേടിക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാർക്ക് സാഹചര്യങ്ങൾ കാരണം അമ്മ ആഗ്രഹം മാറ്റി വെച്ചു. എനിക്കിപ്പോ വേണ്ട, നമുക്ക് പിന്നെ വാങ്ങാം, പോയി വന്നിട്ട് വാങ്ങാന്ന്. അപ്പൊ ഞാൻ ഒന്നും പറ്റിക്കാൻ എഴുതി. ഓക്കെ, എന്നാ ശരി അമ്മ, നമുക്ക് പോയി വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ചു തരാന്നാണ് പറഞ്ഞത്. ഞാൻ കുറെ കളിയാക്കിയിട്ട പഴയ ഫോണ് എന്താണ് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. അതാണ് അക്ഷയ് ഇങ്ങനെ കളിയാക്കായിരുന്നു, ഇപ്പൊ ഉള്ള ഫോൺ കൊണ്ടേ കളഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് കൊറേ ഇട്ട് കളിയാക്കി ഭാഗത്തിനെ. ഹാപ്പിയാണോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മക്കളെ ഞാൻ ആഗ്രഹിക്കുമ്പോ എനിക്ക് തരുന്നു. കണ്ടില്ലേ, സത്യമായില്ലേ? എനിക്ക് ചെയ്യണ്ടേ? പ്രാക്ടീസ് ചെയ്താലോ? നിനക്ക് കെട്ടി എത്ര ശീലമുണ്ട്? നിനക്ക് ഒരു മാസം ഇത് എങ്ങനെയാന്ന് പഠിപ്പിച്ചിട്ട് ഡെയിലി അതിന് നമ്മുടെ ഇവിടെ മെയിൻ എക്സ്പേർട്ട് ഉണ്ട്. കെട്ടി തടങ്ങും നമ്മൾ. തൽക്കാലം ഇവനാണ് ഇന്ന് പെണ്ണ്. പക്ഷേ നീ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം, അല്ലാതെ കാര്യമായിട്ട് എടുക്കരുത്. അത് ഈ പരിപാടി കഴിഞ്ഞിട്ട് മാസത്തിൽ കഴിഞ്ഞില്ല. ഓക്കെ, താലി ഇവിടെ അപ്പൊ പരിപാടികൾ കെട്ടുകെട്ടാനാ തൂക്കിക്കൊല്ലുന്ന കെട്ടുകെട്ടാനല്ല. ആദ്യം അരിഞ്ഞാണ് കെട്ടാൻ പോയി. അത് 28 ഞാൻ 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 28
ഒരു അവസരമാണ് ഞങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പണി ഉറപ്പ്. അതിനാദ്യം നമുക്ക് ഫൈസലിനെ വിളിക്കാം. ഇല്ല നീ എത്ര കാലം ജയിലിൽ പോകണം? കൊല്ലം മടിപ്പിച്ച് മിത്ത് പോനിക്കര് അതിന് കഴിവ് തെളിയിച്ചിരിക്കുന്നു. നിന്റെ ചേട്ടൻ കല്യാണം കഴിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നു. താലി കെട്ടാൻ പറഞ്ഞപ്പോൾ അവൻ 28 കെട്ടിയവനാണ്. അപ്പൊ എന്ത് അഡ്വൈസ്, കുറച്ച് അഡ്വൈസ് നമ്മൾ കൊടുത്തത് ഇതിലും നല്ലൊരു അവസരം തരങ്ങളില്ല. ഇപ്പൊ എനിക്ക് 3 പേര് എക്സ്പെൻസ് നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ എനിക്ക് 4ാമത്തെ ഒരാളുടെ എക്സ്പെൻസ് ഇപ്പോഴും തന്നെ ഓർഡർ തരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ശരിക്കും അവരെ കണ്ടുപിടിക്കാൻ റിലേഷൻഷിപ്പ് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആർഗ്യുമെന്റ്സ് അങ്ങോട്ടൊക്കെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷേ സ്റ്റിൽ റിലേഷൻഷിപ്പിൽ ഇതൊക്കെ ഉള്ളതാണ്. സോ അഡ്വൈസ് ഒന്നുമില്ല, കറക്റ്റാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഞങ്ങളുടെ മാരേജിന്. അവസാനത്തെ പ്രോഗ്രാമായ സത്യപ്രതിജ്ഞയിലോട്ട് നമ്മൾ കിടക്കുന്നു. അതായത് അക്ഷയ സ്നേഹയോടും സ്നേഹ അക്ഷയോടും ചെയ്യുന്ന സത്യപ്രതിജ്ഞ. ഓക്കെ, രണ്ടുപേരും ഇവിടെ നിന്നാട്ടെ. രണ്ടുപേരും വന്നിട്ട് കൈ കെട്ടിപ്പിടിച്ചോ. ആദ്യം സ്നേഹന്റെ കൈതാത്തോ അക്ഷയ്. ആദ്യം അക്ഷയ. അമൽ ഇപ്പൊ പറയുന്നതായിരിക്കും അക്ഷയുടെ പ്രതിജ്ഞ. ഞാൻ അക്ഷയ് ഇന്ന് മുതൽ താഴെ പറയുന്ന എല്ലാ നിബന്ധനകളും പാലിക്കുന്നതാണ്. ഞാനിനി മുതൽ വേറെ ഒരു പെണ്ണിനെയും വായി നോക്കില്ല. ഇൻസ്റ്റഗ്രാമിലെ എല്ലാ പെൺപിള്ളേരെയും ബ്ലോക്കാക്കും. എല്ലാ മാസവും ജിമ്മിൽ പോകും. എന്റെ സെർച്ച് ഹിസ്റ്ററി ക്ലീൻ ആയിരിക്കും. ആഴ്ചയിൽ 2 തവണ ഭാര്യയുമായി ബുർജ് ഖലീഫ കാണാൻ പോകും. മാസത്തിലൊരിക്കൽ ഫ്രണ്ട്സുമായി ഡാൻസ് ബാറിൽ പോകും. ഇത് സത്യമോ? സത്യം. ഞാനെന്ന താഴെ കാണുന്ന ഇന്ന് മുതൽ പാലിക്കുന്നതായിരിക്കും. ഒന്ന്, ഞാൻ വേറെ ഒരാളിനെയും വായി നോക്കില്ല. ഇൻസ്റ്റഗ്രാമിൽ എല്ലാ പിള്ളേരെയും ബ്ലോക്കാക്കും. ഭർത്താവുമായി പുറത്തു പോകുമ്പോൾ മേക്കപ്പ് ഇടില്ല. ദിവസവും 10 മുട്ട കഴിക്കാൻ കൊടുക്കും. വിവാഹശേഷം ചേട്ടായി അല്ലെങ്കിൽ കിച്ചു ചേട്ടാ എന്ന് മാത്രമേ വിളിക്കൂ. എല്ലാ സൺഡേയും
സൺഡേ ഫ്രണ്ട്സിന്റെ കൂടെ രാത്രി 11 മണി വരെ കറങ്ങാൻ വിടും. സത്യം സത്യം സത്യം. എല്ലാവരും സാക്ഷി നിർത്തി ഒരൊപ്പം മേടിക്കുകയാണ്. എടാ ഒറിജിനൽ ഒപ്പനാണോ? അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇനി ടാസ്ക് ഒക്കെ മൊത്തം എനിക്കാണ്. ഇനി അതിന് മുന്നേ ലാസ്റ്റ് പോകുന്ന കാര്യം കാണിക്കണം. എന്നെ ഉമ്മാർ വലിച്ചു കയറി ആ പോസ്റ്ററൊക്കെ കാണാം. നേരത്തെ വന്നിരിക്കുന്ന സർപ്രൈസ് ആണ്. ആദ്യം കൊണ്ട് എൻ്റെ നല്ല ഫോട്ടോയും കിട്ടി. അവളുടെ നല്ല ഫോട്ടോയും എൻ്റെ കണ്ടില്ലേ ഇരിക്കുന്നത്. മിസ്റ്റർ പോരിക്കര. ആ പോരിക്കര ആ അവസ്ഥയായി എൻ്റെ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, പുഷപ്പ് എടുത്ത് ആ ടാസ്ക് കൊടുത്ത് അക്ഷയാണ് ജയിച്ചത്. അപ്പോൾ ഇനി ബാക്കി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രീ വെഡിങ്ങിൻ്റെ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ ഈ അടുത്ത് നമുക്ക് നാട്ടിലാണ്. ഇനി നാട്ടിലാണ്. അപ്പോൾ ഇനി അത് താമസിക്കാൻ ഞാൻ ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ ചെന്നിട്ടുള്ള ആഘോഷങ്ങളാണ്. അപ്പോൾ ഇനി നാട്ടിൽ ചെന്നിട്ടുള്ള പരിപാടി. ശരി, ഇനി ഞങ്ങൾ പോയി ഫുഡ് കഴിക്കാം.